വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാത്തു ആൻഡ് കല്ലൂസ്. നമ്മൾ ഇന്ന് മെഹന്തി ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കല്ലുവിൻ്റെ കയ്യിലാണ് പരീക്ഷിക്കാൻ നോക്കി പോകുന്നത്. കല്ലുവിൻ്റെ കയ്യിലിടാൻ പോകുന്ന മൈലാഞ്ചിയുടെ ഡിസൈൻ ഇതാണ്. നമുക്ക് മെഹന്തി ഇട്ട് തുടങ്ങിയാലോ. ഞാൻ ഓണത്തിന് കല്ലുവിന് ആദ്യമായിട്ടാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളൊരു മുട്ടനടി നടന്ന് കല്ലുവിന് ഞാൻ ഇട്ട് കൊടുത്ത ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ്, ഞാൻ ചെയ്തത് കറക്റ്റായില്ലെന്ന് പറഞ്ഞ് പിന്നെ അമ്മ എടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പോൾ അമ്മ ഇപ്പോൾ നല്ല രീതിക്ക് ചെയ്തു കൊടുത്തു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഓണ സെലിബ്രേഷൻ വേറെ വേറെ ദിവസങ്ങളിലായിരുന്നു. ഡേ 2 ഇന്നാണ് കല്ലുവിൻ്റെ ഓണ സെലിബ്രേഷൻ. കല്ലുവിനെ രാവിലെ വിളിച്ചുണർത്തുവാണ്. കല്ലുവിന് ഹാഫ് ഡേ ഓണ സെലിബ്രേഷനും പിന്നെ ഡാൻസും അധികം പഠിപ്പിക്കലൊന്നും ഇല്ല, എന്നാലും ബുക്കൊക്കെ കൊണ്ടുപോയി. എനിക്കിന്ന് നോർമൽ ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. ഞാൻ പല്ലേക്കാൻ പോവാണ് ഫ്രണ്ട്സ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇത്തിരി പൗഡറും ഐലൈനറും മാത്രമേ ചെയ്യാറുള്ളൂ. കല്ലു ആണെങ്കിൽ ഇന്നലെ എഴുതിയ കൺമഷി ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഈ ഡാർക്ക് സർക്കിൾസ് പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ഒരു ടിഷ്യൂ പോലത്തെ സാധനം വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് ഞാൻ പൗഡർ ഇട്ട് മുടിയെല്ലാം ചീകി കഴിഞ്ഞു. പിന്നെ ഈ ഒരു മിററിൽ നോക്കിയാണ് ഞങ്ങൾ റെഡിയാകുന്നത്. ഞാൻ കോമ്പാക്ട് പൗഡർ ഇടാൻ പോവാണ്. ഈ കോമ്പാക്ട് പൗഡർ അമ്മ ഇപ്പോൾ കടയിൽ പോയപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് മേടിച്ചതാണ്. നല്ല ക്യൂട്ടായിട്ട് അതിൻ്റെ കവറിങ് എല്ലാം നല്ല ക്യൂട്ടാണ്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഞാൻ കല്ലുവിന് കോമ്പാക്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഐലൈനർ എഴുതി കൊടുത്തു. അപ്പോൾ കല്ലുവിന് അത് ഞാനിപ്പോൾ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വേറൊരു അസോസിയേഷനിൽ ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണ് ഫുൾ ഒരുക്കി കൊടുത്തത്. ഞാൻ നല്ല രീതിക്ക് ഐലൈനർ എഴുതി കൊടുത്തതാണ്. പിന്നെ എനിക്ക് വാലിടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാനത് കൊണ്ട് ചെന്നപ്പോൾ കല്ലുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നേരെ അമ്മ എടുത്തിരുന്ന് അമ്മ എഴുതി കൊടുത്തു. പിന്നെ ഐ ഷാഡോസൊക്കെ ഞാനാണ് ഇട്ട് കൊടുത്തത്. ഞങ്ങൾ സ്കൂളിലെ കുറേ കാര്യങ്ങളും ഈ റെഡിയാകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തുവെന്ന് ഇപ്പോൾ ഓർമ്മ പോലുമില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്ലു ഇന്നലെ രാത്രി ഭയങ്കര ത്രില്ലായിരുന്നു. എനിക്കിന്ന് രാവിലെ തൊട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നാളെ ആയാൽ മതി എന്നാണ്. കാര്യം വെച്ചാൽ സെപ്റ്റംബർ 13-നാണ് എൻ്റെ ഓണ സെലിബ്രേഷൻ, കല്ലുവിൻ്റെ 12-നും. ഇപ്പോൾ കല്ലുവിന് 11th രാത്രിയിലൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഒന്ന് നാളെ ആയാൽ മതിയായിരുന്നു. എനിക്കിത് 12th രാത്രിയിലാണ് വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ പ്രൈമറി ബ്ലോക്കിന് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം ഈ 12th സെപ്റ്റംബറിന് ഓണ സെലിബ്രേഷൻ. ബാക്കി എല്ലാവർക്കും 6th തൊട്ട് 12th എബോവ് 13th സെലിബ്രേഷൻ. ഞങ്ങൾ ചെന്നപ്പോൾ ഈ ചെറിയ ചെറിയ പിള്ളേർ നിറയെ പട്ടുപാവാട ഉടുപ്പും ഈ ധാവണിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഇവർക്ക് ഡാൻസ് പ്രോഗ്രാമും ഈ ഫാഷൻ ഷോ അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പാട്ടൊക്കെ കേൾക്കും, അവിടെ ഡാൻസൊക്കെ കളിക്കുന്നത്. കല്ലുവിന് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചിട്ടാണ് പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെടുത്ത് ഐലൈനർ എഴുതാൻ വേണ്ടി പോയി. അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇത് ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇനി ഒരു കോട്ടും കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് ദെയർ ഈസ് നോ റിലീജിയൻ ഹയർ ദാൻ ട്രൂത്ത് എന്ന് എഴുതിയത്. ഞാൻ ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇനി കല്ല് ഒരുങ്ങുന്ന കാണാം. ഐലൈനർ ഓൾറെഡി എഴുതി, പിന്നെ ഐ ഷാഡോ ഇടുവാണ്. എന്നിട്ട് ഒറ്റ കണ്ണി മാത്രമേ ആദ്യം ചെയ്തുള്ളായിരുന്നു, പിന്നെ ഒരു കണ്ണിലും കൂടെ എഴുതി. അപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ കൊണ്ട് മുടിയൊക്കെ കെട്ടിച്ചു. പിന്നെ സ്ലൈഡ് ചെയ്ത്, കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ബാങ്ക്സ് ഉണ്ടായിരുന്നു, അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മിസ്സുമാർ എൻ്റെ വഴക്ക് പറയും. പിന്നെ ഞാനിങ്ങനെ ഫ്ലാഷ് എടുത്ത്, ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഞാൻ ഫ്ലാഷ് എടുത്ത്, ലൈറ്റിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് എടുത്തായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുക ഫ്രൈഡ് റൈസ് ആയിരുന്നു ആ ദിവസം. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ല് ഭയങ്കര ബിസിയിലായിരുന്നു. പിന്നെ കല്ലുവിൻ്റെ മുല്ലപ്പൂ ഞാൻ അടിച്ചു മാറ്റിയായിരുന്നു. കഴിച്ച് അതൊരു മുഴം മേടിച്ചായിരുന്നു. പിന്നെ ബാക്കി ഇത്തിരി വന്ന് കല്ലുവിന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനതെടുത്തു. ഇനി കല്ല് റെഡിയായത് കാണാം. പിന്നെ ഇനി അടുത്ത ദിവസത്തെ അടുത്തതാണ് ആ ഡേയിൽ തന്നെ നൈറ്റ് എനിക്ക് അമ്മ മെഹന്തി ഫുള്ളി ഇട്ട് തന്നു.
പിന്നെ ഞാൻ അധികം ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുത്തില്ല. കാര്യം വെച്ചാൽ ഞാൻ തന്നെ അല്ലായിരുന്നു എടുക്കുന്നത്. അപ്പോൾ എനിക്ക് റെഡി ആകാൻ പാടായിരുന്നു. പിന്നെ കാലയിലെല്ലാം മൈലാഞ്ചി ഇട്ട് പിന്നെ അത് റിമൂവ് ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.